കൊച്ചിയിലെ ഒരു സ്കൂളിൽ നടന്ന പെറ്റ് ഷോയിൽ പട്ടി, പൂച്ച, കോഴി തുടങ്ങി ആനയെ വരെ കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടിരുന്നു. 9ാം ക്ലാസ്സുകാരൻ വിനായകൻ തന്റെ സ്വന്തം ആനയായ കാളിയാർമഠം രാജശേഖരനെ സ്കൂളിൽ എത്തിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു. സംഗതി വെറൈറ്റി ആണെങ്കിൽ ഇതിന് പിന്നിൽ ചില നിയമ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. വനം വകുപ്പ് അറിഞ്ഞാണോ ആന സ്കൂളിൽ വന്നത്? വീട്ടിൽ പാമ്പിനെ വളർത്തുന്നത് നിയമവിരുദ്ധമല്ലേ? നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യം ആനയുടെ കാര്യം തന്നെ എടുക്കാം. നാട്ടാന പരിപാലന ചട്ടപ്രകാരം ആനയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും പ്രദർശിപ്പിക്കാനും വനം വകുപ്പിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഒരു സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയെ കൊണ്ടുവരുന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ പരിപാടിക്ക് വനം വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം സ്കൂൾ അധികൃതരോടും ആന ഉടമയോടും വിശദീകരണം തേടി നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. അനുമതിയില്ലാതെ ആനയെ പ്രദർശിപ്പിച്ചത് ഗുരുതരമായ നിയമലംഘനം തന്നെയാണ്. ഇനി വീഡിയോയിൽ കണ്ട പാമ്പുകളുടെ കാര്യം. വീട്ടിൽ പാമ്പിനെ വളർത്തുന്നവരുണ്ടല്ലോ എന്ന് പലരും അത്ഭുതപ്പെട്ടിരുന്നു. ഇവിടെ നിയമം രണ്ട് രീതിയിലാണ്. ഇന്ത്യൻ പാമ്പുകൾ, മൂർഖൻ, അണലി, ചേര തുടങ്ങിയ ഇന്ത്യൻ ഇനങ്ങളെ വീട്ടിൽ വളർത്തുന്നത് വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണ്. ജയിലിൽ പോകാൻ അത് ധാരാളം മതി. വിദേശ ഇനങ്ങൾ, എക്സോട്ടിക് പെറ്റ്സ്, എന്നാൽ വീഡിയോയിൽ കണ്ടത് വാൾ പൈത്തൺ പോലെയുള്ള വിദേശ ഇനങ്ങളാകാനാണ് സാധ്യത. അവയെ വളർത്തുന്നത് ഒരിക്കലും നിയമവിരുദ്ധമല്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പരിവേഷ് പോർട്ടലിൽ ഇവയെ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അവരത് ചെയ്തിട്ടുണ്ടോ എന്ന് സ്കൂൾ അധികൃതർ അന്വേഷിച്ചു. നിസ്സാര കാര്യങ്ങൾക്ക് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കുട്ടികളെയും രക്ഷിതാക്കളെയും ബുദ്ധിമുട്ടിക്കുന്ന സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിയമലംഘനം നടന്നത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ചുരുക്കത്തിൽ, എക്സോട്ടിക് പെറ്റുകളെ ലൈസൻസോടെ വളർത്താം, എന്നാൽ ആനയെ പോലൊരു വന്യജീവിയെ യാതൊരു അനുമതിയുമില്ലാതെ സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് വലിയ റിസ്ക് തന്നെയാണ്. വനം വകുപ്പ് നടപടികൾ എടുത്തില്ലെങ്കിൽ ദയവായി നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉത്സവത്തിനും മറ്റും ആനയെ എഴുന്നള്ളിക്കണമെങ്കിൽ എത്ര കൂട്ടം, 100 കൂട്ടം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഈ സ്കൂളിൽ അതൊന്നുമില്ലാതെ എങ്ങനെ അത് സാധിച്ചുവെന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കൂടാതെ സിനിമ ആരംഭിക്കും മുമ്പ് എഴുതി കാണിക്കാറില്ല ഈ സിനിമയിൽ ഏതെങ്കിലും മൃഗങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. അവർ അതിന് പകരം ഗ്രാഫിക്സ് വർക്കുകൾ ഉപയോഗിച്ച് മൃഗങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്യാറുള്ളത്. സ്കൂളിൽ നടന്ന ഈ സംഭവം ഒറ്റനോട്ടത്തിൽ നിരുപദ്രവകരം, വിജ്ഞാനപ്രദം എന്നൊക്കെ തോന്നുമെങ്കിലും തീർച്ചയായും ഇത് നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. പെറ്റ് ഷോയ്ക്കിടയിൽ ആനയൊന്ന് ഇടയുകയോ മറ്റ് മൃഗങ്ങൾ ഏതെങ്കിലും ഒന്ന് അക്രമവാസന കാണിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ സ്കൂൾ അധികൃതർ എന്ത് ചെയ്യുമായിരുന്നു? അവർ എന്ത് മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. സർക്കസിൽ നിന്നും മൃഗങ്ങളെ നിരോധിച്ചത് ഈ നാട്ടിൽ ആണെന്നുള്ളത് മറക്കരുത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും രേഖപ്പെടുത്താം. വെറൈറ്റിക്ക് വേണ്ടി ഇത്തരം റിസ്ക് എടുക്കുന്നത് ശരിയാണോ? അതും ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ? കമന്റ് ബോക്സിൽ അറിയിക്കൂ.